മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ 9-ലാണ് നിൽക്കുന്നത്. 10-ാം ഭാവത്തിൽ രാഹുവുണ്ട്. കർമ്മരംഗത്ത് ഇവർക്ക് ഒരു പ്രത്യേക ധൈര്യവും മനസാന്നിധ്യവുമൊക്കെ ഉള്ളതുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിലും ഇവരെക്കുറിച്ച് ചില തെറ്റായ ധാരണകൾ ജോലിസ്ഥലത്തൊക്കെ പടരാനുള്ള സാധ്യതയുണ്ട്. അത് തൊഴിലിടത്തിലായാലും ശരി, അവർ എവിടെയൊക്കെ തങ്ങുന്നു അവിടെല്ലാം, 4-ാം ഭാവം കൊണ്ട് എവിടെല്ലാം തങ്ങുന്നു അവിടെല്ലാം, വാഹനത്തിലാണെങ്കിൽ താൽക്കാലികമായി കുറച്ചു നേരം വാഹനത്തിലിരിക്കുന്ന സമയം, ജോലിസ്ഥലത്താണെങ്കിൽ അവിടം, വീട്ടിലാണെങ്കിൽ അവിടം, ഈ സ്ഥലത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ അപരിചിതത്വമോ തങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പരക്കാനിടയോ ഉണ്ടെന്ന് കരുതുക. ശാരീരികമായ അവശതയും മാതാവിന് ദോഷവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും രക്തദൂഷ്യത്തിൻ്റെ ഫലങ്ങൾ ഈ ഒരാഴ്ചയിൽ മാതാവിനോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് തന്നെയോ ഉണ്ടാകാനിടയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈനസൈറ്റിസ് പോലുള്ള അസുഖമോ അതല്ലെങ്കിൽ തുരുമ്പ്, മൂർച്ചയുള്ള കത്തി, ഇതിൽ നിന്നൊക്കെ അപകട സാധ്യത ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ സാമ്പത്തികമായിട്ട് ആഴ്ചയുടെ പ്രത്യേകിച്ചും ചൊവ്വാഴ്ച മുതൽ വ്യാഴം വരെ സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ ഇവരെ തടയുന്നില്ല. ഇവരുടെ സുഗമമായ പ്രവർത്തനങ്ങൾ പണം കൊണ്ട് കുറേയൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചിലവൽപ്പം കൂടിയിരിക്കാനുള്ള സാധ്യതയും കാണുന്നു. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17, 18, 19 ഗുണമുള്ള ദിവസങ്ങളാണ്.